അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മുടെ ബൈക്കിൻ്റെ സർവീസാണ്. ഇപ്പോൾ ബൈക്ക് എടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഞാൻ 1 ഇയറിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെക്നിക്കലി ഇത് ബൈക്കിൻ്റെ 3rd സർവീസാണ്. പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഞാൻ പോയിട്ട് അവിടെ ബൈക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ആരെങ്കിലും വന്ന് എന്നെ പിക്ക് ചെയ്തോളൂ. ഓഫീസ് രാവിലെ 9 മണി, അവിടെ 9:30 ഓപ്പണിംഗ്. അപ്പോൾ ആ ഒരു ടൈമിൽ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ എൻ്റെ ബൈക്കിനെ കൊടുക്കുക ആലോചിക്കണം, നേരത്തെ കിട്ടുമെന്നുള്ള രീതിക്ക്. ആക്ച്വലി എനിക്ക് ഇവിടെ നിന്ന് ഓയിൽ മാറ്റാൻ എനിക്ക് വലിയ പ്ലാൻ ഇല്ല. ബജാജിൻ്റെ ഓയിൽ ഒട്ടും താല്പര്യമില്ല. അപ്പം എൻ്റെ ബൈക്കിൽ കിടക്കുന്നത് അഡിനോളിൻ്റെ സിന്തറ്റിക് ഓയിലാണ്. അത് 10W50 ആണ്. ഇതിപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള ഓയിലാണ്. ആ ഒരു ഓയിൽ മാറ്റി ബജാജിൻ്റെ ഓയിൽ യൂസ് ചെയ്യാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ അവിടെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബജാജിൻ്റെ ഒരു പോളിസിക്ക് അവരുടെ വാറണ്ടി നമുക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ നമുക്ക് അവരുടെ ഓയിൽ മാറിയാലേ പറ്റത്തുള്ളൂ. അവർക്ക് മാറ്റിയാലേ പറ്റുമെന്നാണെങ്കിൽ നമുക്ക് വേറെ വഴിയില്ല. ബേസിക്കലി അവിടെ ചെന്നപ്പോഴേക്കും സർവീസ് അപ്പോൾ അവരപ്പോൾ തന്നെ എൻ്റെ ചെയ്തുതരാൻ പറഞ്ഞു. 1 or 2 hours സർവീസ് ചെയ്ത് ബൈക്ക് ഇടയിൽ തരാൻ പറഞ്ഞു. കഴിഞ്ഞ വാഷ് വന്നിട്ടില്ല. ഞാൻ ബൈക്ക് PPF സെറാമിക് ചെയ്തിട്ടുള്ളതുകൊണ്ട് അവരുടെ ഡീസൽ വാഷ് ഞാൻ വേണ്ടത് കണ്ടു. അപ്പോൾ അത് കാരണം വാഷ് ഞാൻ പുറത്തു നിന്നാണ് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വാഷ് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഓയിലിൻ്റെ കാര്യം, ഓയിൽ മാറിയാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ കാര്യം ബജാജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വാറണ്ടി ക്ലെയിം ചെയ്യണമെങ്കിൽ നമുക്ക് അവരുടെ ഓയിൽ മാറിയാലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഓയിൽ ചേഞ്ചിങ്, പിന്നെ എയർ ഫിൽറ്റേഴ്സ് എല്ലാം ക്ലീൻ ചെയ്യും, അത്രേ ഉള്ളൂ. വേറെ വലിയ പണികളൊന്നുമില്ല. പിന്നെ ECU അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യും. ചാനൽ ഇന്നലെ നമ്മുടെ ബൈക്കിൻ്റെ സർവീസ് കഴിഞ്ഞു. ഇന്ന് നമ്മുടെ ബൈക്കിൽ അടുത്ത കുറച്ച് പരിപാടികൾ, അതായത് നിങ്ങൾക്കറിയാം ഞാൻ എൻ്റെ ബൈക്കിൽ PPF ഒക്കെ ചെയ്തിട്ടുണ്ട്. PPF സെറാമിക് കൊണ്ട് ഞാൻ 2 ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെനോവേഷനായി ബേസിക്കലി ചെറിയ ചെക്കപ്പ് മാത്രമേ ചെയ്തു, പിന്നെ എൻ്റെ കൊണ്ട് വാഷും കൂടി ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഷോറൂമിൽ വെച്ച് ബൈക്കിൻ്റെ വാഷ് പറയാത്തത്. മെയിൻലി ഡീസൽ വാഷ് അവർ യൂസ് ചെയ്യുന്നത്, അത് ബൈക്കിൻ്റെ സെറാമിക് ചെയ്തിട്ടുള്ള വണ്ടികൾക്ക് നല്ലതല്ല എന്ന് പറയും. അപ്പോൾ അത് കാരണം ഇന്നലെ ബൈക്ക് വാഷ് ചെയ്തില്ല. ഇനി ചെക്കപ്പ് നടത്തി ബൈക്ക് ഒന്ന് വാഷും കൂടി ചെയ്യാണ്ട്. ഓക്കെ, അപ്പം ഗോപുരം വെച്ച് കാണാം. ഞാൻ ബൈക്ക് എടുത്തിട്ട് കുറച്ചാൾക്ക് ശേഷം ബൈക്ക് PPF ചെയ്ത് സെറാമിക് ചെയ്ത് രണ്ടും കൂടെ ഓൾമോസ്റ്റ് 15,000 rupees ആയിരുന്നു. ഡീറ്റെയിലിംഗ് മാഫിയ എന്ന കടയിൽ കൊടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. PPF ചെയ്ത് ഒരാഴ്ചയ്ക്ക് ശേഷം ജസ്റ്റ് ഒരു റിവ്യൂ പോലെ ഉണ്ടായിരുന്നു. അന്നേരം വാഷൊക്കെ ചെയ്തവർ കാണും. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഒരു വർഷത്തിന് ശേഷം അവർക്ക് വീണ്ടും ഒരു റിവ്യൂ ഉണ്ട്. മെയിൻലി PPF എന്തെങ്കിലും പ്രശ്നമുണ്ട്. ആക്ച്വലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വൈസറിലുള്ള PPF ചെറുതായിട്ട് ബബിൾ കയറിയിട്ടുണ്ട്. വേറെ അങ്ങനെ കാര്യമായിട്ടുള്ള ഇഷ്യൂ ഒന്നും ഇല്ല. PPF ഇതൊരു ചെയ്തിട്ടില്ലാത്ത ഈ ഒരു സ്ഥലത്താണ് PPF ചെയ്തിട്ടില്ലാത്ത കാര്യം. അന്നേരം ഈ ഒരു സാധനം ഞാൻ വാങ്ങിച്ചിട്ടില്ല, ഞാൻ അന്നേരം PPF ചെയ്തില്ല. പിന്നെ അതിനുശേഷം എഞ്ചിനും പിന്നെ പ്ലാസ്റ്റിക് ഏരിയ, ബാക്കിലെ ടെയിൽ ടൈഡിയും ഈ സ്വിച്ച് ഗിയേഴ്സും സ്പീഡോമീറ്ററിൻ്റെ അവിടെയൊക്കെ ഒരു സെറാമിക് ചെയ്തിട്ടുണ്ട്. ആ ഒരു റീസൺ കൊണ്ടാണ് ബൈക്ക് ഒരിക്കൽ ഡീസൽ വാഷൻ കൊടുക്കില്ല. സെറാമിക് ചെയ്യുന്ന ഒരു വണ്ടി ഡീസൽ വാഷൻ കൊടുക്കില്ല. അതൊന്നും ഞാൻ നല്ല ഷോറൂമിൽ വെച്ച് ബൈക്ക് ഞാൻ വാഷിന് കൊടുക്കുക. സർവീസിന് കൊടുത്തപ്പോൾ ഒരു കാര്യം മിസ് ഔട്ടായത് ഇത് കണ്ടോ, ഇവർ അടുത്ത സർവീസ് ഇൻ്റർവൽ ടൈം റീസെറ്റ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ 900 kilometer എന്നാണ് കാണിക്കുന്നത്. ആക്ച്വലി കിലോമീറ്റർ വൈസ് സർവീസിൻ്റെ ഇതാവുന്നതേ ഉള്ളൂ. അപ്പം ഇനി എനിക്കൊന്ന് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യിക്കണം. പൊതുവേ ബൈക്ക് ഇപ്പം 9,000 kilometer ക്ലോക്ക് ചെയ്തു. ഈ ഡീറ്റെയിലിംഗ് മാഫിയ ആദ്യം ഇവിടെ കരമനയാണ് ഓപ്പൺ ചെയ്തിരുന്നത്, പിന്നെയാണ് അവരിപ്പം കവടിയാറിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി വേറെ ഒന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്താറാകുമ്പോൾ കാണാം. ഓക്കെ. ഇന്നാണ് ഞാൻ ബൈക്ക് പുറത്തെടുത്ത് വാഷ് ചെയ്യിക്കാൻ പോകുന്നത്.
കംപ്ലീറ്റ് ഉണ്ട്. വെള്ളം ഇന്നത്തെ ദിവസം വാഷ് ചെയ്ത് പിന്നെ അവർ നോക്കിയപ്പോഴേക്ക് വേറെ സെറാമിക്കോ PPF ഇഷ്യൂ ഒന്നുമില്ല. ചെറിയൊരു ബബിളും ഉണ്ട്. അത് പിന്നെ എനിക്ക് നെക്സ്റ്റ് മന്ത് ഈ ഒരു നമ്മളൊരു കിറ്റും കൂടെ ഒന്ന് PPF ചെയ്യണം. അക്കൂട്ടത്തിൽ ആ ഒരു ബബിളും കൂടെ ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് വേറെ വണ്ടി പെർഫെക്റ്റ് കണ്ടീഷനാണ്. PPF സെറാമിക് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കുകയാണ്. ബൈക്ക് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തെന്ന് ഒരാൾ നമ്മുടെ അടുത്ത് പറയുമ്പോൾ എന്തൊരു സന്തോഷമെന്നറിയാം. ഇനി ഇപ്പോഴത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇനി എനിക്കൊന്ന് ബജാജിൻ്റെ ഷോറൂം വരെ പോകണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സർവീസ് ഇൻ്റർവെൽ ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടി, അത് റീസെറ്റ് ആയിട്ടില്ല. അപ്പം ഇതുപോലെ ആരെങ്കിലും ബൈക്ക് സെറാമിക്കും PPFും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഷോറൂം സർവീസ് ചെയ്യിക്കരുതെന്നേ ഉള്ളൂ. അവിടെ ഇപ്പോൾ പുള്ളി കുറച്ച് കേസ് പറഞ്ഞുകൊണ്ടിരുന്നേ ഉള്ളൂ. ഒരാൾ ഷോറൂമിൽ കൊടുത്ത് ചെയ്ത് ഞാൻ ഏത് ബ്രാൻഡാണെന്നൊന്നും പറയുന്നില്ല. ഒരാൾ ആ പുള്ളിയുടെ വണ്ടി ഷോറൂമിൽ കൊടുത്ത് സർവീസ് ചെയ്തു. PPF ഇതൊരു പുതിയ വണ്ടിയായിരുന്നു. അത് സർവീസ് ചെയ്തപ്പോഴേക്ക് PPFിൻ്റെ അകത്തോട്ട് വെള്ളം കയറിയപ്പോൾ ഷോറൂം ആൾക്കാർ തന്നെ അതിൽ പശ വെച്ചൊട്ടിച്ച് വണ്ടിയിൽ ഒട്ടിച്ച് വെച്ചു PPF. അതാണ് ഒരിക്കലും ഷോറൂമിൽ കൊടുത്ത് വാഷ് ചെയ്യുക. ഞാൻ അതാണ് ബൈക്ക് ഇതുവരെ ഷോറൂമിൽ കൊടുത്ത് ഷോറൂം പിന്നെ ഇതുവരെ ബൈക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പുറത്തെടുത്ത് വാഷ് ചെയ്യാറില്ല. എപ്പോഴും ഞാൻ തന്നെ ബൈക്ക് വാഷ് ചെയ്യുന്നത്. അറിയാം എല്ലാവർക്കും അതുപോലെ പറ്റത്തില്ല, ബൈക്ക് സ്വന്തം വാഷ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സെറാമിക് എനിക്ക് PPF എവിടെ ചെയ്ത് അവിടെ തന്നെ കൊണ്ടുവന്ന് വാഷ് ചെയ്യുന്നതാണ് നല്ലത്. ഏറ്റവും ബെസ്റ്റ് അതാണ്. ചേട്ടാ ഒരു ഓഡോമീറ്റർ ഒന്ന് സെറ്റ് ചെയ്യണമായിരുന്നു. ഇന്നലെ മറ്റേ സർവീസ് ചെയ്തില്ലേ, അത് മറ്റേ ഇപ്പോഴും സർവീസ് ഇൻ്റർവെൽ ആവാറായെന്നാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നമ്മളെ ഇവിടെ ഇരിക്കുന്ന സ്കൂൾ അവിടെ അടുത്തുണ്ട്, വെള്ളയമ്പലത്തോ. ജഗതിയിൽ. അപ്പോൾ അവിടെ കൊണ്ട് ചെയ്ത് ഓക്കെ അങ്ങോട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ECU അപ്ഡേറ്റും കൂടെ ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്ഡേറ്റ് ചെയ്യാൻ ടൈം എടുക്കുമോ? ശരി ശരി. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാം ഞാൻ. അപ്പോൾ ഇനി നേരെ ജഗതിയിലോട്ട്. അയ്യോ, ഇനി അതൊരു പൂഞ്ഞ ടാസ്ക്. 2 ഇഷ്യൂ ആണ് ഇപ്പോൾ ഉള്ളത്. ബൈക്കിൻ്റെ അല്ല, ആ ജഗതി വരെ പോകുന്നതിന്. ഒന്ന് ട്രാഫിക് ബ്ലോക്ക്, മറ്റൊന്ന് ഈ ചൂട്, ഈ വെയിൽ. ഉച്ചക്കത്തെ 12:30ക്കാണ് ഈ ഓട്ടം. പിന്നെ ബൈക്കിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ പോളിസി. ബൈക്കും കാറും ഇങ്ങനത്തെ പണികൾ വന്നാൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. പണിയായിട്ടൊന്നുമില്ല, പക്ഷേ ഒരു ECU അപ്ഡേറ്റിൽ കിടപ്പുണ്ട്. ആ ECU അപ്ഡേറ്റ് ചെയ്താൽ ഓക്കെ ആവും. ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ബജാജിൻ്റെ എഞ്ചിൻ ഓയിലാണ്. ഇത് ഞാൻ ഒരു 1000 കിലോമീറ്റർ ഓടും. 1000 കിലോമീറ്ററിന് ശേഷം അഡിനോളിൻ്റെ എഞ്ചിൻ ഓയിൽ വാങ്ങിച്ചിട്ടുണ്ട്. അതിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. മേ ബി 1000 കിലോമീറ്റർ ഞാൻ വരുന്നില്ല. മേ ബി കുറച്ച് ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ കൊണ്ടുപോയി മാറ്റുകയും ചെയ്യും. കാര്യം ഞാൻ അത് യൂസ് എനിക്ക് അഡിനോളാണ് കുറച്ചുകൂടെ എഞ്ചിൻ റീഫൈൻഡായിട്ട് വെച്ചേക്കുന്നത് അഡിനോളിൻ്റെ എഞ്ചിൻ ഓയിലാണ്. ഇപ്പോൾ നമ്മൾ തകരപ്പറമ്പെത്തി. ഇവിടെ എത്തിയത് വേറൊരു ആവശ്യത്തിനാണ്, ബൈക്കിൻ്റെ തന്നെയാണ്. ഇവിടെ എത്തി എന്തിനാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇതാണല്ലോ, ബൈക്കിൽ ഇപ്പോൾ ഒരു കീയേ ഉള്ളൂ. നമുക്ക് 2 കീയല്ലേ ആവശ്യം. മറ്റേ കീ ഏതാണ്ട് ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ട്. ഇതിനും ഇതേ അവസ്ഥയാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ എന്തായാലും അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഈ താക്കോൽ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കണം. ഇങ്ങനെ പോക്കറ്റ് നടക്കും. എനിക്ക് പോലും അറിയത്തില്ല എന്നിത് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു. ആ ഒറ്റ റീസൺ കൊണ്ട് ഇപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കാൻ വന്നത്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കണമായിരുന്നു. ഇതിന് ചെയ്യാനും പറ്റത്തില്ല ഒരു ഡ്യൂപ്ലിക്കേറ്റ്. നമ്മൾ സിറ്റിക്കകത്ത് ഇങ്ങനെ ഇന്നത്തെ ദിവസം ബൈക്ക് 99% ടൈം സിറ്റിക്കകത്താണ് ഓടിയത്. അത് കാരണം അത് 30 km/ലിറ്ററേ കിട്ടുന്നുള്ളൂ മൈലേജ് ആവറേജ്. ഇന്നൊരു ദിവസം 34 കിലോമീറ്റർ. ഞാൻ ഡെയിലി ഈ ഒരു ട്രിപ്പ് വേണ്ടി റീസെറ്റ് ചെയ്യും എപ്പോഴും ബൈക്ക് എടുക്കുന്നതിന് മുമ്പ്. അത് ശീലമായി, ഹോർണറ്റിൽ അതങ്ങ് ശീലിച്ച് ഞാൻ.
മെയിൻലി അറിയാൻ വേണ്ട എത്ര ഓടി ബൈക്കിൻ്റെ ആ ഒരു ഇതൊക്കെ. ഒരു ബൈക്ക് വെക്കുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൊരു പ്രശ്നം. ഒരു കീ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കണേന്ന്. ഇപ്പോൾ ഇതാ പുതിയൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ കൊണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ബസ്സിന് ലോക്ക് സെറ്റ് മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ, ലോക്ക് സെറ്റ് മാറ്റാൻ പറ്റില്ല. ലോക്ക് സെറ്റ് മാറ്റാൻ പറ്റുമെങ്കിൽ അതാണ് കംഫർട്ട് വരുന്നത്. പിന്നെ ഈ താക്കോൽ സെയിം ടൈപ്പ് ലോക്ക് സെറ്റ് ആക്കിയാൽ മതിയായിരുന്നു. അപ്പം ആ ഒരു വർക്ക് കഴിഞ്ഞു. ഇനി നേരെ നമുക്ക് ബജാജിൻ്റെ സർവീസ് സെൻറ്ററിൽ നിന്ന് പോകണം. ഇനിയിപ്പം മണി 1 ആവാറായി. അവർ സർവീസ് സെൻറ്റർ അടച്ച് കാണോ, മീൻ ഇവർക്ക് ലഞ്ച് ബ്രേക്ക് ആയി കാണോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. കുറച്ചൊരു ഗ്ലൗസ് ടോപ്പ് ബോക്സിന് വെച്ചപ്പോൾ ഗ്ലൗസ് പൊള്ളുവാണിരുന്നു. അത്രയ്ക്ക് ചൂടായിപ്പോൾ സഹിക്കാൻ പറ്റത്തില്ല. മുമ്പ് ഇവിടെ ഹോർനെറ്റിൽ വന്നിട്ടുണ്ട്. ഡോമിനാറിൻ്റെ എന്തോ ഒരു ആക്സറി വാങ്ങിച്ച് ഹോർനെറ്റ് വയ്ക്കാണ്ട്. ഇന്നിതാ ഡോമിനാറിൽ നമ്മളിവിടെ വന്നു. അയ്യോ അടച്ച. ആസ് എക്സ്പെക്റ്റഡ്. എനിക്ക് തോന്നി ഈ 2 മണിക്ക് അവർക്ക് ബ്രേക്ക് ആവുമായിരിക്കും ഞാൻ ഇവിടെ എത്തുമ്പോഴേക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അന്നേരം കാണാം. ഇപ്പോൾ നമ്മളത് വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം 2:30 നേരത്തെ നമ്മളെത്തിയപ്പോൾ അവർക്ക് ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. ഇനിയിപ്പം ചോദിച്ചു നോക്കാം അവർക്ക് എൻ്റെ ഈസി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തരാൻ പറ്റില്ലെന്ന്. ബജാജിൻ്റെ ഷോറൂമിൽ കയറ്റിയോ? നല്ല ടയറാ ബ്രോ. എനിക്ക് ഇതിനു മുമ്പ് ഉണ്ടെന്നുണ്ട് ഞാൻ അതന്നെ ഇട്ടിരുന്നത്. ഹോർനെറ്റിൽ അത് തന്നെ ഇട്ടിരുന്നത്. യൂട്യൂബ് ചാനൽ കാണാറുണ്ട്. പേരെന്താ ബ്രോയുടെ? ചന്തു. ആ വണ്ടി സർവീസിനുണ്ടെന്നേ? ഫസ്റ്റ് സർവീസ്. എങ്ങനെയുണ്ട് വണ്ടി? പമ്മലൊന്നും എനിക്ക് വന്നിട്ടില്ല ബ്രോ. ഞാൻ ഇത് ബ്രോ ഇതല്ലേ പ്രീമിയം ആണ് അടിക്കുന്നത്? നോർമൽ അടിക്കുമ്പോൾ ഉണ്ട്, പക്ഷെ പ്രീമിയം അടിക്കുമ്പം ആ ഒരു മിസ്സിംഗ് ഒന്നും വരത്തില്ല. ആ ഇത് ഓട്ടോ ലോഗിൻ്റെ വാങ്ങിച്ചത്. ഇത് 7000 രൂപ ബ്രോ. ഇത് വാങ്ങിച്ചിട്ട് പിന്നെ എനിക്ക് ഇവിടെ കട്ട് ചെയ്യേണ്ടി വന്നു. ഞാൻ മറ്റേ എൻ്റെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആക്കുളത്ത് ഷൂട്ട് ചെയ്തിരുന്ന വീഡിയോയിൽ. അപ്പോൾ എന്താ എനിക്കിപ്പോൾ ഒരു ഈസി അപ്ഡേറ്റ് വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഈഞ്ചക്കൽ കൊണ്ടുപോയപ്പോൾ അവരുടെ മെഷീൻ ഇവിടെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന്. ഇതോ? അല്ല, ഇവരുടെ ഇവിടെ നിന്ന് തന്നെ കിട്ടും. 250 ക്ലാമ്പ് ചോദിച്ചാൽ മതി. സ്റ്റോക്ക് തീർന്നോ? അതാണ് നല്ലത്. മറ്റത് സ്റ്റോക്ക് അതുള്ളപ്പോൾ ഇവിടെ മുകളിലിരിക്കണ കാര്യം ഇവിടെ ഇരിക്കണ ഭംഗിയെന്ന് തോന്നി. ഓക്കെ ബ്രോ, ശരി ബ്രോ, കണ്ടേ സന്തോഷം. ശരി ബ്രോ. ബ്രോ ഇതിൽ ഒരു ഈസി അപ്ഡേറ്റ് കിടപ്പുണ്ടായിരുന്നു. ഞാൻ മറ്റേ അവിടെ പൈനീർ കൊണ്ടുപോയതായിരുന്നു, മറ്റേ ഗീഞ്ചക്കല്ലേ. അപ്പോൾ ഇന്നലെ സർവീസ് കഴിഞ്ഞ ശേഷം ഇത് മാറിയിട്ടില്ല സർവീസ് ഇൻ്റർവെൽ. ഇന്നലെ സർവീസ് ചെയ്ത വണ്ടിയായിരുന്നു. അപ്പോൾ അവരൊന്ന് എന്താ ഈസി അപ്ഡേറ്റ് ചെയ്യാണ്ടപ്പോൾ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു. ഫോൺ എൻ്റെ അകത്തായി പോയി. എൻ്റെ ഫോൺ എൻ്റെ അകത്തായി പോയി. ടൈം എടുക്കാം ബ്രോ? ഇത് 10 മിനിറ്റ്. ശരി. അപ്പം
ഇവിടെ ഇവർ നോക്കിയപ്പം ഇവർക്ക് ഈസിയൊരു അപ്ഡേറ്റും ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ പ്രോബ്ലം സോൾവ് ആയിട്ടില്ല ഇതുവരെ. എന്താ കണ്ടോ 856 കിലോമീറ്റർ എന്നാണ് കാണിച്ചിരിക്കുന്നത് സർവീസിന് വേണ്ടി. ഇനി ഇവർ പറയുന്നത് ഇനി ഈ 856 കംപ്ലീറ്റ് ആയാലേ തിരിച്ച് റൗണ്ട് ആവത്തുള്ളൂ. പിന്നെ അങ്ങനെ ആവേണ്ടതല്ല, അറിയത്തില്ല. എനിക്കൊന്ന് ഇനിയിപ്പോൾ ഇൻ്റർവ്യൂവിൽ കാണിക്കുമ്പോഴേക്ക് ഒന്ന് നോക്കാമെന്നാണ്, സർവീസിൽ കാണിക്കുമ്പോൾ ഇനി ഒന്ന് നോക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ നമ്മുടെ ഇത് മിസ്സൗട്ടാവാണ് ചെയ്യുന്നത്. നമ്മൾ ഇവർ ചെയ്യുന്നെന്ന് ഞാൻ കണ്ടായിരുന്നു. അതൊന്ന് ചെയ്യാൻ പറ്റുമോ നമുക്ക് തന്നെ നോക്കട്ടെ. പിടിച്ചിട്ട് ഓഫ് ചെയ്യും, നമ്മൾ ഓൺ ചെയ്യും. ഒരു വഴിയില്ല, ഇനിയിപ്പം വെയിറ്റ് ചെയ്യാം നമുക്ക്. 1 കിലോമീറ്റർ ഇടയിൽ തീരുന്നവരെ നമുക്ക് വെയിറ്റ്. ഓക്കെ, അപ്പം ഈസി അപ്ഡേറ്റ് അങ്ങനെയൊന്നുമില്ല എന്തായാലും ബൈക്കിൽ. പിന്നെ വേറെ കാര്യം, എനിക്ക് ഡോമിനാറിൽ ഇഷ്ടപ്പെടാത്തൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രിപ്പ് മീറ്ററാണ്. ഈ ട്രിപ്പ് മീറ്റർ 999.9 കിലോമീറ്റർ കഴിഞ്ഞ് പോകത്തില്ല. അതായത് 1000 കിലോമീറ്റർ ഇതിലാവത്തില്ല ട്രിപ്പ് മീറ്ററിൽ. ആ ഒരു കാര്യം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യം. ഇപ്പം നമ്മുടെ 1000 കിലോമീറ്റർ പ്ലസ് ട്രിപ്പ് നമ്മൾ പോവുകയാണെങ്കിൽ അത് നമുക്കൊന്ന് കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ഓഡോമീറ്റർ റീഡിങ് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് പോയിട്ട് വേണ്ടി ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഏതായാലും ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. നമ്മുടെ ബൈക്കിൻ്റെ ആ ഒരു കാര്യം, ബൈക്കിൽ മെയിനായിട്ട് ഈസി അപ്ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കണമുണ്ടായിരുന്നു. അത് നോക്കിയപ്പം ഈസി അപ്ഡേറ്റ് ഒന്നുമില്ല. അപ്പോൾ വേറെ പേർക്ക് നമ്മളിപ്പം അടുത്ത കുറച്ച് മാസത്തേക്ക് ആൾ സെറ്റാണ്. ഇനി അടുത്ത സർവീസ് സമയത്ത് ഇനി നമുക്ക് ബാക്കി നോക്കാം. ഇനി അടുത്ത ഒരു ടാസ്ക് അത് എൻജിൻ ഓയിൽ മാറുള്ളൂ. ഞാൻ മിക്കവാറും ഇപ്പം നമ്മളെന്തായാലും ബജാജിന് എൻജിൻ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. 1 മാസം കഴിഞ്ഞിട്ട് നമുക്ക് അഡിനോൾ തിരിച്ച് ഒഴിക്കാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇനി ഞാൻ എൻ്റെ അടുത്തൊരു വ്ളോഗ് വെച്ച് കാണാം. അപ്പം ബൈ ബൈ.